ആദ്യം തന്നെ വാങ്ങിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറിക്ക് 1-2 തവണ കൂടെ കഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് മുളക് പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ എണ്ണ വീത്തിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു കറിവേപ്പില തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ മീൻ ഇടുന്നത്. അപ്പോൾ മീൻ നന്നായിട്ട് ഇട്ടതിന് ശേഷം അത് മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതൊക്കെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മളത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം ചെയ്തത് എണ്ണ വീത്തിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചത് പിന്നെ കറിവേപ്പിലയും ചേർത്ത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഇളക്കിയതിന് ശേഷം കായപ്പൊടി ചെറുതായിട്ട് ചേർത്ത് പിന്നെ അല്പം ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എങ്കിലേ അതിൽ എല്ലാ ഇതും പിടിക്കുകയുള്ളൂ. എന്നിട്ട് നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതെനിക്ക് ഹസ്ബൻഡിന് കൊടുത്തുവിടാൻ വേണ്ടി ഇട്ടതാണ്.